ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSCയുടെ ഇലക്ട്രീഷ്യൻ നവംബർ 25 ആണ് എക്സാം. ലൈൻമാൻ ഡിസംബർ 16 സോ അതിൻ്റെ ബേസ് നമ്മുടെ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് സീരീസ് 27 ആണ്. 26 വരെ കാണാത്തവർ കാണാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അതോടൊപ്പം തന്നെ നമ്മൾ ഒക്ടോബർ 4 ഒരു പുതിയ ബാച്ച് ഇലക്ട്രീഷ്യൻ ലൈൻമാൻ്റെ ഒരു പുതിയ ബാച്ചും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡെയിലി നമ്മുടെ അക്കാഡമിയിൽ നമ്മൾ ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വെക്കുന്നുണ്ട്. അപ്പം എല്ലാവരും വരാം. ഇന്ന് നമുക്ക് 3 ക്ലാസ് ഉണ്ട്, അതിൻ്റെ ലിങ്ക് ഇടാം. അതുപോലെ തന്നെ അക്കാഡമിയിൽ നോൺ ടെക്നിക്കൽ ആയിട്ടുള്ള ബാച്ച് കോഴ്സ് ഡീറ്റെയിൽസ് നോക്കാം. മിഷൻ LDC 2021 50 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ LDC മെയിൻ എക്സാം 28 സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സാണ് ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ തന്നെ ജേതാവ് 55 ഡേയുടെ ബാച്ച് കോഴ്സ് ഫോർ LGS എക്സാം 10th ലെവൽ 28 സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. ആരംഭം 200 ഡേയുടെ ഫൗണ്ടേഷൻ ബാച്ച് ഫോർ ഓൾ കേരള PSC എക്സാം ബാച്ച് 2 ആണ്. 29 സെപ്റ്റംബറിൽ സ്റ്റാർട്ട് ചെയ്ത ബാച്ചാണ്. അതുപോലെ തന്നെ പ്രയാണം 2 ബാച്ചസും റണ്ണിങ് ആണ്. ദിശ ടെസ്റ്റ് സീരീസ് ഉണ്ടാവും. നമ്മുടെ പ്ലസ്സിലാണെങ്കിൽ കംപ്ലീറ്റ് സിലബസ്, അൺലിമിറ്റഡ് പ്രാക്ടീസ് ടെസ്റ്റ്, അൺലിമിറ്റഡ് PDF നോട്ട്സ്, റെഗുലർ ഡൗട്ട് ക്ലിയറിംഗ് ബൈ ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സും ആയിരിക്കും. മൈ റെഫറൽ കോഡ് സിനു ആൻസി യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ മാസത്തെ ഫീസിൽ നിന്നും 10% ഓഫും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ ഓരോ മന്ത്ലി ഫീസിൽ നിന്നും ഇപ്പോൾ എക്സിസ്റ്റിംഗ് പ്രൈസ് 1700 ആണ്. 10% ഓഫ് സിനു ആൻസി റെഫറൽ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും. 1530 വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഡിഗ്രി ലെവൽ LDC LGS ഒക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യൂ ഈ ഇൻഫർമേഷൻ. ഓക്കെ, അതോടൊപ്പം തന്നെ നമ്മുടെ അക്കാഡമിയിലെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ വയ്ക്കുന്നുണ്ട്. 3 സെക്ഷൻസ് ആയിട്ട് ഓരോ ദിവസം 3 സെക്ഷൻസ് ആയിട്ട് വയ്ക്കുന്നുണ്ട്. വളരെ യൂസ്ഫുൾ സെക്ഷനാണ്. നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും എല്ലാവരും ജോയിൻ ആവുക. ഓക്കെ, ഇന്ന് രാവിലെ നമുക്ക് 10:30 ഒരു ക്ലാസ് ഉണ്ടായിരുന്നു. ഇനി അടുത്ത് 3 മണിക്ക് ഒരു ക്ലാസ് ഉണ്ട്. അതുപോലെ 8 മണിക്കും ക്ലാസ് ഉണ്ട്. 3 ക്ലാസ്സിൽ നമ്മൾ 2016 ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യുന്നത്. 16 മുതൽ ആ ഒരു 16 മുതൽ 21 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം തന്നെ നമ്മുടെ എക്സാമിന് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം എല്ലാവരും ലൈവിന് വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. കാറ്റഗറി നമ്പർ 111/2016 ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് യൂസ്ഡ് ഇൻ സീലിംഗ് ഫാൻ? സീലിംഗ് ഫാനിൽ ഉപയോഗിക്കുന്നത് ഏത് മോട്ടറാണ്? യൂണിവേഴ്സൽ മോട്ടർ, സിംഗനസ് മോട്ടർ, സീരീസ് മോട്ടർ, ഇൻഡക്ഷൻ മോട്ടർ. ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി, ഇൻഡക്ഷൻ മോട്ടർ. അടുത്ത ക്വസ്റ്റ്യൻ, ആക്റ്റീവ് പവർ ഇൻ എ 3-phase സർക്യൂട്ടീസ്. ആക്റ്റീവ് പവർ ഇൻ എ 3-phase സർക്യൂട്ടീസ് √3 VLIL cos phi. യൂണിറ്റ് ഓഫ് ലൂമിനസ് ഇൻറ്റൻസിറ്റി. ലൂമിനസ് ഇൻറ്റൻസിറ്റി യൂണിറ്റ് എന്താണ്? ക്യാൻഡല. ദ പവർ ഫാക്ടർ ഓഫ് എ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ട്. പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൻ്റെ പവർ ഫാക്ടർ യൂണിറ്റി. ഇലുമിനേഷൻ ഓഫ് എ സർഫസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ സി, സ്ക്വയർ ഓഫ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി സോഴ്സ്. നമ്മുടെ ലാംബേർട്സ് കൊസൈൻ ലോ ആണ് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പിച്ച് ഓഫ് എ വേവ് വൈൻഡിങ്. പിച്ച് ഓഫ് എ വേവ് വൈൻഡിങ് ഏതാണ്? ഇറ്റ് ഇസ് ബാക്ക് പിച്ച് പ്ലസ് ഫ്രണ്ട് പിച്ച്. ജനറേറ്റർ എഫിഷ്യൻസി മാക്സിമം വെൻ. എപ്പോഴാണ് ജനറേറ്റർ എഫിഷ്യൻസി മാക്സിമം ആവുന്നത്? കോൺസ്റ്റൻറ്റ് ലോസ് ഈക്വൽ ടു വേരിയബിൾ ലോസ്. ഫോം ഫാക്ടർ. ഫോം ഫാക്ടർ എന്ന് വെച്ചാൽ RMS വാല്യൂ ബൈ ആവറേജ് വാല്യൂ. ഓപ്ഷൻ എ. റിസൾട്ടൻറ്റ് ഫ്ലക്സ് ഓഫ് എ 3-phase ഇൻഡക്ഷൻ മോട്ടർ. 3-phase ഇൻഡക്ഷൻ മോട്ടറിൻ്റെ റിസൾട്ടൻറ്റ് ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ ബി, 3/2 φm. മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ദ വാലൻസ് ഷെൽ ഓഫ് ആൻ ആറ്റം. വാലൻസ് ഷെൽ ഓഫ് ആൻ ആറ്റത്തിൽ മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എത്രയാണ്? 8. റിസണൻറ്റ് ഫ്രീക്വൻസി ഓഫ് ആൻ AC സീരീസ് സർക്യൂട്ടീസ് എന്തായിരിക്കും? 1/2 π √LC. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് മെഗർ. ആബ്സൊല്യൂട്ട് പെർമിബിലിറ്റി μ0 ഈക്വൽ ടു 4 π × 10⁻⁻7 ഹെൻറി പെർ മീറ്റർ. യൂണിറ്റ് ആയിരുന്നു ചോദിക്കാറുണ്ട്, ഹെൻറി പെർ മീറ്റർ. 2 watt-meter method of power measurement is suitable for. 2 watt-meter method of power measurement is suitable for both balanced and unbalanced load. Ward-Leonard system is used for. Ward-Leonard system is used for എവിടെയായിരിക്കും? സ്പീഡ് കൺട്രോൾ ഓഫ് DC മോട്ടർ. ബേസ് ഓഫ് BJT. BJTയുടെ ബേസ് എങ്ങനെയാണ്? ലൈറ്റ്ലി ഡോപ്ഡ് ആണ്. ഹെവിലി ഡോപ്ഡ് ആവുന്ന എമിറ്ററും മോഡറേറ്റ്ലി ഡോപ്ഡ് ആവുന്ന കളക്ടറുമാണ്. ഡയലക്ട്രിക് സ്ട്രെങ്ത് ഓഫ് എയർ. ഇത് നമ്മൾ PSC ഡിലീറ്റഡ് ആണ്. നമ്മുടെ ആൻസർ വന്നിട്ട് 3 ആണ്. 3 kV/mm ആണ്. റിലേറ്റീവ് പെർമിബിലിറ്റി ഓഫ് എ മെറ്റീരിയൽ. ഒരു മെറ്റീരിയലിൻ്റെ റിലേറ്റീവ് പെർമിബിലിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഫ്ലക്സ് ഡെൻസിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ എ മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ ഫ്ലക്സ് ഡെൻസിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ വാക്വം. ഓക്കെ, ഫ്ലക്സ് ഡെൻസിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ മെറ്റീരിയൽ ഡിവൈഡഡ് ബൈ ഫ്ലക്സ് ഡെൻസിറ്റി പ്രൊഡ്യൂസ്ഡ് ഇൻ വാക്വം. ദ ട്യൂബ് ഓഫ് ഫ്ലൂറസെൻറ്റ് ലാമ്പ് ഈസ് ഫിൽഡ് വിത്ത്. ഫ്ലൂറസെൻറ്റ് ലാമ്പിൻ്റെ ട്യൂബ് എന്ന് പറയുന്നത് ട്യൂബ് ഓഫ് ഫ്ലൂറസെൻറ്റ് ലാമ്പ് ഈസ് ഫിൽഡ് വിത്ത് ഏതൊക്കെ ഗ്യാസസ് ആണ്? മെർക്കുറി ആൻഡ് ആർഗൺ. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ആർമേച്ചർ ടോർക്ക് ഓഫ് എ DC മോട്ടർ ഈസ്. ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, 9.55 EBIA/N × Newton meter. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ 20 ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ പഠിക്കാം. ഈ ക്വസ്റ്റ്യൻസിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നമ്മൾ അക്കാഡമിയിലാണ് ഡിസ്കസ് ചെയ്യുന്നത്. ബാക്കി ഒരു 80 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ അക്കാഡമി ലൈവായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസും ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ലിങ്ക് നമുക്കിനി 3 മണിക്ക് ക്ലാസ് ഉണ്ട്, 8 മണിക്കും ക്ലാസ് ഉണ്ട്. ഓക്കെ, താങ്ക് യു.